Hey everyone, welcome back to my channel. ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് സാരി ഡ്രേപ്പിംഗ് ആണ് ഫോർ ബിഗിനേഴ്സ്. ഓക്കെ, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാരി ഡ്രേപ്പിങ്ങിൽ ഞാൻ പ്ലീറ്റ്സ് നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ സാരി ഡ്രേപ്പിംഗ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പാവാട, ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഓൾഡ് ഫാഷൻ പാവാടയാണ്. സ്കേർട്ട് നിങ്ങൾക്ക് ഇപ്പോഴത്തെ സ്കേർട്ട്സും യൂസ് ചെയ്യാം, ലൈക്ക് ഷേപ്പ് വെയർ പോലത്തെ സ്കേർട്ട്സ്. ബട്ട് സിവാമേന്നൊക്കെ വാങ്ങിക്കുന്ന ഷേപ്പ് വെയർസ് യൂസ് ചെയ്യരുത് കേട്ടോ. ഈ കെട്ടുള്ള ഷേപ്പ് വെയർ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പം കെട്ട് വരേണ്ടത്, അപ്പം ഷേപ്പ് വെയറിൻ്റെ കെട്ട് നമുക്ക് ഫ്രണ്ടിൽ വന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇതുപോലത്തെ പാവാടയാണ്, സ്കേർട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റൈറ്റ് സൈഡിൽ വേണം കെട്ട് വരാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ തുടങ്ങുന്നതിന് മുന്നേ ഫസ്റ്റ് പോർഷനിൽ ഇത് കാണുന്നുണ്ടാവും, താഴെ കിടക്കുന്ന പോർഷൻ ഒന്ന് മടക്കിയിട്ട് അവിടെ ഒരു പിൻ വെച്ച് കുത്തി വയ്ക്കുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയാലും നമ്മുടെ സാരി കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് അവിടെ ഒരു പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യുന്നത്. എന്നിട്ട് നോർമലി നമ്മൾ കുത്തിവെക്കുന്ന പോലെ സാരി മൊത്തത്തിലൊന്ന് കുത്തിവെക്കുക. അപ്പോൾ താഴത്തെ പോർഷൻ ജസ്റ്റ് ഒന്ന് തറയിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം കുത്താനായിട്ട്. അപ്പോൾ നിങ്ങൾ ചെരുപ്പ് ഹൈ ഹീൽസൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അത് ഇട്ടിട്ട് വേണം സാരി ഉടുക്കാനായിട്ടോ. ചെരുപ്പ് ഫ്ലാറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, ഫ്ലാറ്റ് ആണെങ്കിൽ ചെരുപ്പിടാതെ നമുക്ക് സാരി ഡ്രേപ്പ് ചെയ്യാം. എല്ലാ പോർഷനിലും അങ്ങനെ വലിച്ച് കുത്തേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഒന്ന് ഉള്ളിലേക്ക് കയറ്റി കൊടുത്താൽ മാത്രം മതി. വലിച്ച് കുത്തി കഴിഞ്ഞാൽ അതൊരു നമുക്ക് നടക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഒന്ന് നമ്മുടെ പ്ലീറ്റ്സ് എടുത്തിട്ട് കറക്കി ആ പ്ലീറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് എടുത്തതിന് ശേഷം ഒന്ന് നമ്മുടെ ഷോൾഡറിൽ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. പിൻ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മുട്ടിന് ജസ്റ്റ് താഴെ നിൽക്കുന്ന രീതിയിൽ മാത്രം വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. ഇനി അഥവാ നിങ്ങളൊന്ന് വലിച്ച് കുത്തിയാൽ തന്നെ തറയിൽ തട്ടാത്ത രീതിയിൽ വേണം കുത്തി വയ്ക്കാനായിട്ട്. കാരണം നമ്മൾ ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഈ ഇടുപ്പിൻ്റെ അവിടെയൊക്കെ കുറച്ച് തുണി ബാക്കി വന്നാലും നമുക്കൊന്ന് വലിച്ച് കുത്തിയാലും നമ്മുടെ ഈ ഇട്ടിരിക്കുന്ന പ്ലീറ്റ്സ് തറയിൽ തട്ടാനായിട്ട് പാടില്ല. ഇനി നമ്മുടെ പ്ലീറ്റ്സ് എല്ലാം ഒന്ന് ഫ്രണ്ടിൽ ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം അത് ജസ്റ്റ് ബാക്ക് വഴി എടുത്ത് നമ്മുടെ ഹിപ്പിൻ്റെ അതുവഴി, വേസ്റ്റിൻ്റെ അതുവഴി എടുത്തിട്ട് ഒന്ന് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇത്രയും പോർഷനിലാണ് നമ്മൾ ഫ്രണ്ടിൽ പ്ലീറ്റ് എടുക്കാനായിട്ട് പോകുന്നത്. ഫ്രണ്ടിൽ പ്ലീറ്റ് എടുക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നല്ല ഈ ഒരു വേസ്റ്റിൻ്റെ ഏരിയയിൽ നല്ല ഷേപ്പ് കിട്ടാനായിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് വലിച്ചിട്ട് ഒന്ന് താഴേക്ക് വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം. പിൻ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും സ്കേർട്ടിനോട് ചേർന്ന് 2 കുത്ത് വരുന്ന രീതിയിൽ പിൻ ചെയ്ത്, ഒറ്റ കുത്തിൽ പിൻ ചെയ്ത് ഒരു കുത്ത് കയറി പിന്നെ അകത്തൂടെ ഒന്നുകൂടെ കയറ്റിയിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. എങ്കിലേ അത് സെക്യൂറായിട്ട് അവിടെ ഇരിക്കത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ലൂസായി വരും. സോ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് 2 പ്രാവശ്യം കയറ്റി കുത്തി കൊടുക്കുക. ഒരു പിന്നിൽ തന്നെ 2 പ്രാവശ്യം കയറ്റി കുത്തി കൊടുക്കുക. ഓക്കെ, എനിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ജസ്റ്റ് താഴേന്ന് ഇങ്ങനെ ഒന്ന് പിടിക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് പിടിക്കുമ്പോൾ തന്നെ സൈഡിൽ ആ പ്ലീറ്റ്സ് വരും നമുക്ക്. ഓക്കെ, കാണുന്നുണ്ടാവും. നമ്മൾ സാരിയൊക്കെ ഡ്രേപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ സൈഡിൽ പ്ലീറ്റ്സ് ഒക്കെ വന്നിട്ട് കണ്ടിട്ടില്ലേ, അത് വരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് പിടിച്ച് കഴിഞ്ഞാൽ അത് പ്ലീറ്റ്സ് വരും. എന്നിട്ട് അതും ഒരു പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് കുറച്ച് കൊല കിടക്കുന്ന സാരിയാണ്, കാരണം പിടിച്ചാൽ കൈ നിൽക്കാത്ത തരത്തിലുള്ള സാരിയാണ്. എന്നാൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ എൻഗേജ്മെൻറ്റ് സാരിയാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ പിൻ ചെയ്തതിന് ശേഷം ബാക്കി വരുന്നത് ജസ്റ്റ് പ്ലീറ്റ്സ് എടുക്കുക. ബിഗിനേഴ്സിന് ഇത് കൈവച്ചെടുക്കാൻ പാടായിരിക്കും, ബട്ട് സ്റ്റിൽ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്താൽ മതി. നിങ്ങളെപ്പോലെ തന്നെയായിരുന്നു ഞാനിപ്പോഴും ഈ സാരി ഡ്രേപ്പിങ്ങിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഇപ്പോൾ കുറച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, ബിക്കോസ് മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും വി ഷുഡ് നോ സാരി ഡ്രേപ്പിംഗ് അല്ലേ. അപ്പോൾ പ്രൊഫഷണലി നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ തനിയെ അത് പഠിച്ചു. ഓക്കെ, എന്നിട്ട് ഈ ഫ്രണ്ടിലെ പ്ലീറ്റ്സ് മൊത്തത്തിൽ ഒറ്റ ലെയറിൽ വെക്കാതെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും ഫ്രണ്ടിൽ ഇതിൻ്റെ കിടക്കണതാണ് ഭയങ്കര ഭംഗിയായിരിക്കും. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് മുകളിൽ ഒരു പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നന്നായിട്ട് തന്നെ സെക്യൂർ. ഇത് ചില സാരിയിൽ പിൻ കുത്തി കഴിഞ്ഞാലും കയറത്തില്ല. സോ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്നിങ്ങനെ ഒലച്ചിട്ട് കുത്തിക്കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് കയറിപ്പോവും. ത്രെഡിൻ്റെ ഇടയിൽ കുരുങ്ങിയിട്ട് കയറിപ്പോവാത്തത്. സോ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഒലച്ച് കയറ്റി കഴിഞ്ഞാൽ ഈസി ആയിട്ട് കയറിപ്പോട്ടാ. എന്നിട്ട് അത് അകത്തേക്ക് വെച്ച് സെക്യൂർ ചെയ്യുമ്പോഴത്തേക്കും, അകത്തേക്ക് വെച്ച് കയറ്റുമ്പോഴത്തേക്കും അതൊന്ന് പിടിച്ചിട്ട് വേണം അകത്ത് വെച്ച് കയറ്റാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇളകി വരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നിട്ട് സൈഡിലോട്ട് വരുന്ന പോർഷൻ എടുത്തിട്ട് ബാക്കിൽ കൊണ്ടുവച്ചിട്ട് ക്ലിപ്പ് ചെയ്യാം കേട്ടോ. ബാക്കിൽ, അതായത്
മുതുകിൻ്റെ അങ്ങോട്ട് വെച്ചിട്ട് ബാക്കി വരുന്ന തുണി ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക, മീൻസ് സെക്യൂർ ചെയ്യുക കേട്ടോ. അതിനുശേഷം ഇപ്പോൾ ഫ്രണ്ടിൽ പിൻ കുത്തുന്ന സ്ഥലത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു പോർഷൻ താഴോട്ടാക്കിയിട്ട് വേണം പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യാനായിട്ട്. അതും കൂടെ ചേർത്ത് സെക്യൂർ ചെയ്യില്ല കേട്ടോ, കാരണം നമ്മൾ മുകളിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ സെക്യൂർ ചെയ്ത് വെച്ചാൽ വരാൻ പാടായത് കൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം അതൊന്ന് കയറ്റി വെച്ച് കൊടുക്കുക. ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സൈഡിലെ പ്ലീറ്റ്സും എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ബ്ലൗസ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് സാരി ഡ്രേപ്പിംഗ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിലെ പ്ലീറ്റ്സ് എല്ലാം കൂടെ ഒന്ന് എടുത്തതിന് ശേഷം അത് ഞാൻ സ്ട്രെയിറ്റ്നർ വെച്ചൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഒതുങ്ങുന്ന സാരി ആണെങ്കിൽ നമുക്ക് കൈവച്ച് തന്നെ പിടിച്ചാൽ തന്നെ ഇരിക്കും. ഇതങ്ങനെ കൈവച്ച് പിടിച്ചാലും അങ്ങനെ ഒതുങ്ങുന്ന സാരിയിൽ നിന്ന് കണ്ടറിയാൻ കുറച്ച് ചുളിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനൊന്ന് അയൺ ചെയ്യാൻ നോക്കിയായിരുന്നു. 2 പ്രാവശ്യം എനിക്ക് അയൺ മെഷീനിൽ നിന്ന് ഷോക്ക് അടിച്ചു. സോ ഞാനതൊക്കെ ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, എന്നാലും ഞാൻ കുറച്ചൊക്കെ അയൺ ചെയ്തിട്ടേ ഉള്ളൂ. അതാണ് ആ ഒരു ചുളിവ് കാണുന്നത് നിങ്ങൾ. അപ്പോൾ ഫ്രണ്ടിലത്തെ പ്ലീറ്റ്സും ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ്നർ ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ കൈവച്ച് തന്നെ ഒന്ന് പിടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ പ്ലീറ്റ്സ് എടുക്കില്ലേ, ആ സമയത്ത് അയണിങ് മെഷീൻ വെച്ചിട്ട് അയൺ ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഫ്രണ്ടിൽ ഈ മുകളിലത്തെ ആ ഒരു പോർഷൻ ചില സമയത്ത് അകത്തേക്ക് കയറിപ്പോ അങ്ങനെയൊക്കെ വരാറുണ്ട്, താഴോട്ട് ഇറങ്ങിപ്പോവൊക്കെ ചെയ്യാറുണ്ട്. സോ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പോർഷനിൽ ഒരു പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അപ്പം അതങ്ങനെ ഇളകി പോവില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലീറ്റ്സ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ബാക്കിൽ ഇങ്ങനെ വല്ല ഇത് കയറി ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് താഴേക്കൊന്ന് വലിച്ചിട്ട്, അതായത് നമ്മുടെ ഹിപ്പ് പോർഷനിൽ എന്തെങ്കിലും കയറി ഇരിപ്പുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴേക്ക് വലിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും സാരി. അപ്പം ഫസ്റ്റ് ടൈം കറക്റ്റ് ആയില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 3ാമത്തെ പ്രാവശ്യം ആകുമ്പോഴത്തേക്കും കറക്റ്റായി വരും. അപ്പോൾ ഞാനും കുറേ ഫ്ലോപ്പായിട്ട് തന്നെയാണ് ഈ ഒരു സ്റ്റേജ് വരെ എത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സാരി ഡ്രേപ്പിംഗ് അറിയില്ലെങ്കിലും തനിയെ ചെയ്ത് നോക്കുക, അമ്മയുടെ സഹായം ഇല്ലാതെ. അപ്പോൾ ഇപ്പോൾ 9 പ്ലീറ്റ്സ് ഒക്കെ എങ്ങനെ എടുക്കണം, ഒരാളുടെ സഹായത്തോടു കൂടി എങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എങ്ങനെ എടുക്കണം, അങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ ഇനി അങ്ങോട്ട് പോകുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ ഈ പ്ലീറ്റ്സ് എടുക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ബൈ, ടേക്ക് കെയർ.